വകുപ്പ് ജസ്റ്റ് ഹണ്ടിങ് ആണ് ഇമ്പോർട്ടൻറ്റ് വകുപ്പ്. അതിൽ 3 to 7 years വരെ പണിഷ്മെൻ്റ് ഉണ്ട്, മാക്സിമം 7. പിന്നെ 25,000 അല്ലാതെ ഉള്ളത്. പിന്നെ ഈവൻ ഹണ്ടിങ്ങിൻ്റെ ഒരു പൊസിഷൻ ഇല്ലെങ്കിൽ ഉള്ളത് ഇല്ലിസിറ്റ് അനധികൃതമായി ഇത് കയ്യിൽ വെക്കുന്നത്, അതും കുറ്റകരമാണ്. ആ 2 കേസുകളാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ മേജറായിട്ടുള്ളത്. ഇത് കേൾക്കുമ്പോൾ ഒരൊറ്റ ചോദ്യം മാത്രമേ ചോദിക്കാനുള്ളൂ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരോട്: തൂക്കിക്കൊല്ലാനുള്ള വകുപ്പ് കൂടി എഴുതി ചേർക്കാമോ എന്ന്. പ്രതി ഹിരൺദാസ് 30 വയസ്സുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ വീട് മുളങ്ങുന്നത്തുകാവ്. അദ്ദേഹത്തിൻ്റെ അമ്മ ശ്രീലങ്കൻ വംശജയാണ്. അപ്പോൾ ആ ഒരു കണക്ഷൻ നമ്മുടെ ഈ കേസിലൊരു റിലേഷൻ വരുന്നുണ്ട്. ശ്രീലങ്കയിൽ നിന്ന് ഫ്രാൻസ് ഓർ UK പൗരത്വമുള്ള ആൾക്കാരാണ് ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന ആളെന്നാണ് പുള്ളി തന്നെ പറയുന്നത്. അപ്പോൾ അതിന് അഡ്രസ്സ് ട്രേസ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിലൊക്കെ അവർ ഫോളോ ചെയ്യുന്ന ബന്ധമുണ്ട്. അപ്പോൾ അത് ട്രേസ് ചെയ്യാന്നുള്ളൊരു ഇൻഫർമേഷൻ തൽക്കാലം ഇപ്പോൾ നമുക്ക് ഈ ചോദ്യം ചെയ്യൽ കിട്ടിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന് മദ്രാസിൽ ഒരു ഗാനമേള, ഇവരുടെ ഈ റാപ്പ് പരിപാടി അതിൽ ഇടയ്ക്ക് ഒരു ആരാധകൻ കൊടുത്തതാണ്. അപ്പോൾ അവർ അയാൾ കൂടെ വേറെ കുറച്ച് പേരുണ്ടായിരുന്നു. അതിൽ തന്നെ UK ഫ്രാൻസ് പൗരത്വമുള്ളവരാണ്. ഇവരുടെ ഈ ശ്രീലങ്കൻ നിന്ന് ഇവർ സംസാരത്തിൻ്റെ ഭാഷയിൽ നിന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചപ്പോൾ ഫ്രാൻസ് ഓർ UK പൗരന്മാരാണ്, ബട്ട് ശ്രീലങ്കയിൽ നിന്ന് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തവരാണ്. ഒരു പാട്ടുകാരൻ അവനെ ഇങ്ങനെ വേട്ടയാടുന്നത് എന്തിനി എന്ന ചോദ്യം സമൂഹത്തിൽ ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു. എന്തിനാണ് വേടനെ ഇങ്ങനെ വേട്ടയാടുന്നത്? ആനക്കൊമ്പ് കയ്യിൽ വെച്ച മോഹൻലാലിനെ എന്തുകൊണ്ട് നിങ്ങൾ തൊടുന്നില്ല? 5 ഗ്രാം കഞ്ചാവ്, ആരോ കൊടുത്ത ഒരു ഗിഫ്റ്റ്, അത് പുലിനഖമായി പോയി എന്നതുകൊണ്ട് അത് യഥാർത്ഥമാണോ എന്ന് പോലും അറിയില്ല എന്നാണ് വേടൻ പറയുന്നത്. അങ്ങനെയുള്ള വേടനെ ഇത്ര വലിയ കുറ്റവാളിയായി ചിത്രീകരിക്കുന്നത് എന്തിന്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം സോഷ്യൽ മീഡിയയിലുണ്ട്. ഞാൻ കഞ്ചാവ് വലിച്ചിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നു വേടൻ. പക്ഷേ വേടൻ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ കുറ്റവാളിയായി മാറ്റുകയാണ്. എന്തിന്? വേടന്റെ വാക്കുകൾ തന്നെ കേൾക്കാം. എന്താണ് ഇതിൽ വല്ല ഇതുണ്ടോ? രഞ്ജിത്തിന് അറിയോ വേടനെ? ഞാൻ പറഞ്ഞിട്ടുണ്ട് പോലീസുകാരുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും അറിയാൻ പോരുന്നു. രഞ്ജിത്ത് ഇത് പുലിപ്പല്ലാണെന്ന് അറിഞ്ഞിട്ടാണോ? ഇല്ല എനിക്കറിയാൻ പാടില്ല. അറിയില്ലായിരുന്നല്ലേ? ഒരു ഘട്ടത്തിലും അറിയില്ലായിരുന്നു. പുലിപ്പല്ലാണെന്ന് അതിന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവര് നോക്കുന്നുണ്ട്. കാര്യങ്ങൾ വേറെ ഒന്നും പറയാനില്ല. പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നാളെ 30-ാം തീയതി എന്റെ ഒരു പാട്ട് റിലീസാണ്. ആദ്യത്തെ ലഹരി ഉപയോഗിച്ചിരുന്നോ? ഏതെങ്കിലും ഘട്ടത്തില് ലഹരി ഉപയോഗിച്ചിരുന്നോ വേട? ഇല്ല മാഷെ, സിന്തറ്റിക് ഡ്രഗ്സ് ഒന്നും ഉപയോഗിച്ചിരുന്നില്ല. ഒരു രാസലഹരി ഉപയോഗിച്ചിട്ടില്ല. സിന്തറ്റിക് ഉപയോഗിച്ചിട്ടില്ല? ഇല്ല. കഞ്ചാവ് ഉപയോഗിച്ചിരുന്നോ? മാഷെ, ഞാൻ കഞ്ചാവ് വലിക്കുന്ന ആളാണ്. ഞാൻ കള്ളു കുടിക്കുകയും വലിക്കുകയും ചെയ്യുന്ന ആളാണ്. എല്ലാവർക്കും അറിയാമത്. സോഷ്യൽ മീഡിയയിൽ വേടനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ചർച്ചകൾ നടക്കുകയാണ്. വേടനെ കുറിച്ചുള്ള വാർത്തകൾക്ക് താഴെ 1000-ലധികം കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും കമന്റുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. അത്രയ്ക്ക് ആരാധകരുണ്ട് വേടന്. പക്ഷേ വേടൻ തെറ്റുതിരുത്തി വരും എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് വേടന്റെ ആരാധകർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഇത്ര വലിയ കുറ്റമാണോ വേടൻ ചെയ്തത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. മാതൃഭൂമിയിൽ വേടനുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് താഴെ വന്ന കമന്റുകൾ അതിങ്ങനെയാണ്: തെറ്റുതിരുത്തി മുന്നോട്ട് പോകാൻ ഈ ചെറുപ്പക്കാരനെ പിന്തുണക്കുന്നു. ഈ ചെറിയ പ്രായത്തിലെ ഒരു ഭീകരനെ പോലെ വേടനെ വിചാരണ ചെയ്ത് ശിക്ഷ വിധിക്കരുത്. ഉള്ളിലെത്തി തല്ലിക്കെടുത്തരുത്. കൂടുതൽ കരുത്തോടെ ഈ രംഗത്ത് തുടരാൻ വേടനെ പിന്തുണക്കണം, അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ്. സഖാവെ, അങ്ങ് കഞ്ചാവോ മയക്കുമരുന്നോ അടിച്ചോളൂ, ബ്രാഹ്മണ്യത്തിനെതിരെ പോരാടുക. ഈ ലോകത്ത് ബ്രാഹ്മണർ കാരണം ആകെ സമാധാനം ഇല്ലാതായിരിക്കുകയാണ് എന്നതാണ് മറ്റൊരു കമന്റ്. ബ്രാഹ്മണർ അതിന് എന്ത് തെറ്റ് ചെയ്തു എന്ന ചോദ്യവും തിരിച്ചു ചോദിക്കുന്നുണ്ട് ഇതേ കമന്റിൽ. വലിയ ചർച്ചകൾ നടക്കുന്നു സോഷ്യൽ മീഡിയയിൽ എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. വേടൻ ശബ്ദം അടിച്ചമർത്തപ്പെടുന്നവരുടെ പ്രതിനിധി. വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളി നമ്മുടെ കാലത്തിന്റെ ശബ്ദമാണ്. ഞാൻ പാടനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല എന്ന വരികൾ സമൂഹത്തിലെ അസമത്വങ്ങൾക്കെതിരെ ഉയർത്തിയ ശക്തമായ ശബ്ദമാണ്. ഇന്ന് ഈ ശബ്ദം മൗനപ്പെടുത്താൻ ശ്രമങ്ങൾ നടക്കുകയാണ്. പക്ഷേ നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഈ ശബ്ദം ഒരിക്കലും മൗനമാകില്ല. വേടന്റെ ശബ്ദം നമ്മുടെ ശബ്ദം, നീതി തേടുന്നവരുടെ ശബ്ദം. അതിനാൽ ഞാൻ വേടനെ അനുകൂലിക്കുന്നു, നീതി നിലനിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു കമന്റ്. ഇവിടെ പറയാമോ എന്നറിയില്ല. യഥാർത്ഥ ആനക്കൊമ്പുള്ള ഒരു പത്മശ്രീ കേണലുണ്ടല്ലോ, എന്തുവാ അങ്ങേരുടെ പേര് എന്ന് ചോദിച്ചുകൊണ്ടുള്ള മറ്റൊരു കമന്റ്. ആനക്കൊമ്പ് കൈവശം വെക്കുന്ന ഏട്ടനെ കാവൽ പോകും, ആദരിക്കും.
ആഞ്ഞുവെട്ടാനും ആയുധമെടുക്കാനും ആഹ്വാനം ചെയ്യുന്ന ദുർഗവാഹിനിയെ വെറുതെ വിടും. ഏമാന്മാരെ ഇപ്പോഴും ഭരിക്കുന്നത് സെൻകുമാരന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമന്റ്. വേടൻ സമം കഞ്ചാവ്, വേടൻ സമം പുലിപ്പല്ല്, വേടൻ സമം മൈ, അങ്ങനെ കൂടി ഒരു കേസെടുക്കാമോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള മറ്റൊരു പോസ്റ്റ്. ആര് പറഞ്ഞു ജാതി പ്രശ്നം ഒരു പ്രശ്നമല്ലെന്ന്? അധികാരികൾ അത്ര നിഷ്കളങ്കരല്ല. അതായത് വേടന്റെ മൂർച്ചയുള്ള വാക്കുകളുടെ അമ്പെയ്ത്ത് അധികാരത്തിന്റെ ഉടലിൽ തറച്ചിരിക്കുന്നു. മൂർച്ചയുള്ള ശരം തട്ടി അധികാരത്തിന്റെ ചോര ഒഴുകാൻ തുടങ്ങിയിരിക്കുന്നു. സവർണ വരേണ്യ അധികാരത്തെ കറുത്ത ഉടലുള്ള അവർണൻ മൈ എന്ന് വിളിക്കുന്നത് കലാപം അല്ലാതെ മറ്റെന്താണ്? ആ ഭാഷയിൽ കലാപം ഉള്ളത് കൊണ്ടാണ് BJP പ്രസിഡന്റ് ചന്ദ്രശേഖരന്റെ മാധ്യമ ചാനൽ ഏഷ്യാനെറ്റ് 6 ഗ്രാം കഞ്ചാവ് കൈവശം വെച്ച വേടനെ കഞ്ചാവ് കൊണ്ട് തുന്നിയ കുപ്പായം എന്ന് പരിചയപ്പെടുത്തുന്നത്. സംഘപരിവാറിന് ദാസ്യവേല ചെയ്യുന്ന പിണറായി സർക്കാരിനും ഒരേപോലെ വേടൻ ദുശകുനം ആവുന്നത്. മോഹൻലാലിന്റെ പുലിത്തോൽ ഭസ്മമായി മാറുന്ന കാലത്ത് വേടന്റെ പുലിപ്പല്ലിന് അധികാരത്തിന്റെ മുന്നിൽ വാളിന്റെ മൂർച്ച ഉണ്ടാവും. ചിലർക്ക് മാത്രം ജാതി ഒരു പ്രിവിലേജ് ആവുന്ന കാലത്ത് വേടൻ പറഞ്ഞ മൈ പറഞ്ഞു തന്നെയാണ് അധികാരത്തെ പ്രകോപിപ്പിക്കേണ്ടത്. വേടന്റെ വാക്കുകൾ തന്നെ പകർത്തുന്നു. ഞാൻ പാണനല്ല, പറയനല്ല, പുലയനല്ല, നീ തമ്പ്രാനുമല്ല, ആണൽ എനിക്കൊരു മൈ മല്ലു വേടൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റാണ്. ഇതിൽ വേടനെ അനുകൂലിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ പ്രതികൂലിച്ചുകൊണ്ടുമുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വാർത്തകൾക്ക് പിറകിലും, വേടനുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വാർത്തകൾക്ക് പിറകിലും 100 കമന്റുകളാണ് വന്നു വീഴുന്നത്. ആ കമന്റുകൾ വലിയ ചർച്ചയായി മാറുന്നു. കാരണം വേടൻ യുവതയുടെ ഒരു ഹരമായി മാറിയിരുന്നു. വേടൻ അദ്ദേഹത്തിന്റെ പാട്ടിലൂടെ സവർണ മേധാവിത്വത്തെ വെല്ലുവിളിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വേടൻ ഇപ്പോൾ വേട്ടയാടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് സവർണ മേധാവിത്വം ഒന്നടങ്കം വേടന് പിറകെ കൂടുന്നത്. അതുകൊണ്ട് തന്നെയാണ് സവർണ നിലപാട് എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന മാധ്യമങ്ങൾക്ക് കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം എന്ന അടിക്കുറിപ്പ് കൊടുക്കാൻ ആകുന്നത്. അതുകൊണ്ട് വേടനോടൊപ്പം നിൽക്കണം എന്നല്ല, വേടൻ ചെയ്തത് തെറ്റാണെങ്കിൽ അതിന് നിയമപരമായ ശിക്ഷ അദ്ദേഹം ഏറ്റുവാങ്ങുക തന്നെ വേണം. പക്ഷേ വേടൻ ഉണർത്തിവിട്ട ഒരു ചിന്തയുണ്ട്, ഒരു ചർച്ചയുണ്ട്. അത് ഇതോടുകൂടി അവസാനിപ്പിക്കാം എന്ന് കരുതുന്നവർ മൗഢ്യത്തിന്റെ വാൽമീകത്തിലാണ് കഴിയുന്നത് എന്ന് മാത്രം ഓർത്താൽ മതി. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, വേടൻ തിരിച്ചു വരും. ഒരു വേടനായില്ല, 1000 വേടന്മാരായി.